കോട്ടയം എരുമേലിയിൽ കണ്ണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ ഒരു മരണം. കർണാടക ആവേരി സ്വദേശി മാരുതി ഹരിഹരനാണ് മരിച്ചത്. 33 യാത്രികരാണ് ബസ്സിലുണ്ടായിരുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, സ്ഥിരമായ ഒരു അപകട മേഖലയാണെന്ന് തോന്നുന്നു ഇവിടം, ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ അപകടം എങ്ങനെയായിരുന്നു? വിശദാംശം. അനുജ, തീർച്ചയായിട്ടും സ്ഥിരമായി വാഹന അപകടങ്ങൾ, പ്രത്യേകിച്ചും ശബരിമല സീസണിലും മറ്റും നിരന്തരം വാഹനങ്ങൾ മറിയുന്ന ഒരു വളവാണ്. ആ റോഡിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം. എന്തായാലും ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെയാണ് ഈ കർണാടക സ്വദേശികളായിട്ടുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇതേ അട്ടിവളവിൽ വന്ന് നിയന്ത്രണം വിട്ട് റോഡിന് സൈഡിലേക്ക് തലകീഴായി മറിയുന്നത്. ശബരിമല ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ അയ്യപ്പ ഭക്തരായിരുന്നു. ഏകദേശം 33ഓളം ഭക്തർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. റോഡിന്റെ ബാരിക്കേഡുകൾ, സൈഡിലെ ബാരിക്കേഡുകൾ തകർത്ത് ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഈ ബസ് തലകീഴായി മറിഞ്ഞപ്പോൾ അതിന്റെ അടിയിൽപ്പെട്ട യാത്രക്കാരിൽ ഒരാൾക്കാണ് ജീവഹാനി സംഭവിച്ചത്. കർണാടക ആവൂര് സ്വദേശിയായിട്ടുള്ള ഹരിഹരൻ എന്ന് പറയുന്ന 40 വയസ്സുകാരനാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ബാക്കിയുള്ള 16ഓളം പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതിൽ 6 പേരുണ്ട്. ബാക്കി 16 പേർക്ക് പരിക്കേറ്റുന്നു. ഇവരെല്ലാം തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമായിട്ടുള്ള 6 പേരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഈ ബസ് ഈ സൈഡിൽ നിന്നും ഉയർത്തി അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നമുക്കറിയാവുന്ന വലിയൊരു താഴ്ചയുള്ള പ്രദേശമാണ്. പക്ഷേ അത്തരത്തിൽ വലിയ താഴ്ചയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾക്കാണ് ജീവഹാനി ഉണ്ടായത്. ബാക്കിയുള്ളവർ ഇപ്പോൾ ചികിത്സയിലാണ്. അനുജ, ശരി. കോട്ടയം എരുമേലിയിലാണ് കണ്ണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരു മരണം സംബന്ധിച്ച് കർണാടക സ്വദേശിയാണ് മരിച്ചത്.